നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തകർ തമ്മിൽ തല്ലി. നിരവധി പേർക്ക് പരിക്ക്. റിപ്പോർട്ട് തേടി KPCC. അവയവക്കടത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. കേസിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. കണ്ണൂരിലെ ഇടനിലക്കാരൻ ബെന്നി 50ഓളം പേരെ അവയവക്കടത്തിനിരയാക്കിയതായി സൂചന. എറണാകുളം കുണ്ടന്നൂരിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ അന്വേഷണം. ഫിഷറീസ് വകുപ്പും കുഫോസ് അധികൃതരും സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച അടിയന്തര നഗരസഭാ യോഗം ചേരുമെന്ന് മരട് നഗരസഭാ ചെയർമാൻ. കാസർഗോഡ് പീഡനക്കേസിൽ പ്രതിയുടെ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പ്രതിക്കെതിരെ വേറെയും പോക്സോ കേസുകൾ. പ്രതി സലീമിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പാർക്കോഴയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച്. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമയുടെയും മൊഴിയെടുക്കും. സന്ദേശം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാരെന്നും അന്വേഷിക്കും. ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തം. 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 5 പേർ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ. ദാരുണ സംഭവം ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്ത്. IPL ഇന്ന് കലാശ പോരാട്ടം. കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്കിൽ.